വെൽക്കം ടു ദ ബസ് ഡയറീസ് ഓഫ് ഏരീസ് കൊല്ലം സെയിലേഴ്സ്. ദിസ് ഇസ് ഭരത് സൂര്യ. നമുക്ക് നമ്മുടെ അടുത്ത ടീമേറ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം, അർജുനെയൊക്കെ. അപ്പോൾ അർജുനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു 10 കൊല്ലം മുന്നേ ബിജു ജോർജ് സാറിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തുള്ള പരിചയം തന്നെയാണ്. തുടക്കത്തിലുള്ള ജേണി എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ആക്ച്വലി എല്ലാവർക്കും ക്ലബ് ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കിട്ടി, പക്ഷേ എനിക്ക് മാത്രം ആ സമയത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. പക്ഷെ ആ സമയത്ത് പട്ടോടിയിൽ നമ്മൾ ചെന്നൈയിൽ ടൂർണമെൻ്റായി കളിച്ചപ്പോൾ ആ ഒരു എക്സ്പോഷർ ശരിക്കും എനിക്ക് വർക്കായി. സമയത്ത് ആണ് അവർക്ക് ഏജീസ് ഓഫീസിന് വിക്കറ്റ് കീപ്പർ ഇല്ലാതെ പോയി. 2 കളിക്ക് കളിക്കാൻ പോകാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്യുന്നുള്ളത്. കളി തോറ്റെങ്കിൽ പോലും ഞാനായിരുന്നു ആ കളിയിൽ ടോപ്പ് സ്കോറർ. നോട്ട് ഔട്ടും ആയി. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണല്ലോ എപ്പോഴും. ഇന്നത്തെ പോലെയല്ല നാളെ. സോ അതേപോലെ തന്നെയാണ് ലൈഫും. ഇപ്പോഴും എൻ്റെ ആഗ്രഹം ടീം നമ്മുടെ കേരളത്തിന് വേണ്ടി 3 ഫോർമാറ്റും കളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രഗിൾസിനിടയിൽ കൂടെ അർജുനെ ഇത്രയും സപ്പോർട്ട് കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം ഇത് തന്നെയാണ് ഒരു അത്ലീറ്റിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത്രയും ഫാമിലി സപ്പോർട്ട്, കോച്ചസിൻ്റെയും വെൽവിഷേഴ്സിൻ്റെയും സപ്പോർട്ട്. ഇതില്ലാണ്ട് ഒരിക്കലും അർജുന് ഒരു മൾട്ടിപ്പിൾ ഇത്രയും ജോലി, ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രാക്ടീസും ഇത്രയും സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഒരു ക്രിക്കറ്റർ വളരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അർജുനേക്കയുടെ വെടിക്കെട്ട് പെർഫോമൻസസ് ഈ KCL കാണാൻ പറ്റുമെന്ന് ഉറപ്പ് തന്നെയാണ്. നമുക്ക് ഈ KCL സീസണിൽ അർജുൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് ഉറപ്പായിട്ടും കാണാം. താങ്ക് യു.